നമസ്കാരം. സമഗ്ര യോഗയിലേക്ക് സ്വാഗതം. കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കഴുത്ത്, മുതുക്, നടുവ് ഒക്കെ വേദന. കൂടുതൽ സമയം ഇരുന്ന് ചെയ്യുമ്പോൾ ആ ഭാഗത്തിനുണ്ടാകുന്ന സമ്മർദ്ദമാണ് ഈ വേദനകൾക്ക് കാരണം. ഈ സമ്മർദ്ദം ലഘൂകരിക്കാൻ ലഘുവായ ചില സ്ട്രെച്ചിങ്ങും യോഗ ആസനങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദിവസം ഒരു 5 മിനിറ്റ് എവിടെ ഇരുന്നും ചെയ്യാൻ പറ്റുന്ന ലഘുവായ ചില സ്ട്രെച്ചിങ് ഇന്ന് പഠിക്കാം. നമുക്ക് ഇരുന്നു കൊണ്ടുള്ള സ്ട്രെച്ചിങ് നമുക്ക് ചെയറിലിരുന്ന് എപ്പോഴും എവിടെ ഇരുന്നും ചെയ്യാം. പക്ഷേ നെക്കിനും ബാക്കിനും കൂടിയുള്ള റിലാക്സേഷൻ നമുക്ക് കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമുക്ക് ബെഡിലിരുന്നോ യോഗ മാറ്റിലിരുന്നോ എവിടെ ഇരുന്നും പ്രാക്ടീസ് ചെയ്യാം. നല്ല പെയിൻ ഉള്ള സമയത്ത് പോലും റിലാക്സേഷനും സ്ട്രെച്ചിങ്ങും നമുക്ക് ചെയ്താൽ ആ പെയിനിന് നല്ല റിലീഫ് കിട്ടും. നോക്കൂ, ഷോൾഡറിനും ബാക്കിനും നെക്കിനും വേണ്ടിയുള്ള ചില യോഗാസനങ്ങൾ നമുക്കിന്ന് ചെയ്യാം. ആദ്യമായി വജ്രാസനത്തിൽ കാൽമുട്ടിലിരിക്കുക. മെല്ലെ ശ്വാസം വിട്ടുകൊണ്ട്, ഇത് നമുക്ക് ബെഡിലിരുന്നും ചെയ്യാം കേട്ടോ, മാറ്റിൽ തന്നെ ഇല്ല, ബെഡിലിരുന്നും ഈ ആസനം പരിശീലിക്കാവുന്നതാണ്. മുട്ടിൽമേലിരുന്ന് മുന്നിലേക്ക് നന്നായി സ്ട്രെച്ച് ചെയ്ത് വയറമർന്ന് നെറ്റി താഴെ മുട്ടട്ടെ. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് റിലാക്സ് ചെയ്യുക. കൈകൾ മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ഷോൾഡർ അയച്ചിടുക. റിലാക്സ് ചെയ്യുക. ഈ സ്ട്രെച്ചിങ് നമ്മുടെ ബാക്ക് മസിൽസിനെ ലൂസാക്കും. നെക്കിനും ബാക്കിനും നല്ല റിലാക്സേഷൻ കിട്ടുന്ന ഒരു സ്ട്രെച്ചിങ് ആണ് ഈ ബാലാസന. ദെൻ ഒരു സ്ട്രെച്ചിങ് കൂടി നമുക്ക് ചെയ്യാം. ഒരു ബ്രീതിങ് ആണ്. കാൽമുട്ട് അകഴ്ത്തി വെക്കുക. കാൽ ഹിപ്പിന് നേരെ താഴെ കാൽമുട്ട്, ഷോൾഡറിന് നേരെ താഴെ കൈകൾ. നോക്കൂ, ക്യാറ്റ് ആൻഡ് ക്യാമൽ പോസ്. ശ്വാസം എടുക്കുമ്പോൾ നടുവ് കുഴിഞ്ഞ് തല ഉയർത്തുക. ശ്വാസം വിടുമ്പോൾ ക്യാമൽ പോസ്റ്റ്. ശ്വാസം എടുത്ത് നന്നായി സ്ട്രെച്ച് ചെയ്യുക. ആ സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുക. നടുവ് വേദനയ്ക്ക് ഏറ്റവും ഉത്തമമായ ഒരു സ്ട്രെച്ചിങ് ആണിത്. നടുവേദന ഉള്ളപ്പോൾ പോലും ഇത് ചെയ്യാം. മുതുക്, നടുവ്, കഴുത്ത് നല്ലൊരു സ്ട്രെച്ചിങ് ആണ്. ശ്വാസം എടുത്ത് കഴുത്ത് ഉയർത്തി ഷോൾഡർ വിരിച്ച് നടുവ് കുഴിച്ച് ബട്ടക്സ് ബാക്കിലേക്ക് പുഷ് ചെയ്ത് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് നന്നായിട്ട് സ്ക്യൂസ് ചെയ്യുക. ശ്വാസം എടുത്ത് നിവർന്നു വരുമ്പോൾ നടുവ് കുഴിഞ്ഞു വരണം. ശ്വാസം വിട്ട് സ്ക്യൂസ് ചെയ്യുക. നന്നായി സ്ട്രെച്ച് ചെയ്യുക. ആ സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുക. സ്ക്യൂസ്. നടുവേദനയ്ക്കും ബാക്ക് പെയിൻ, ബാക്ക് മസിൽസ് സ്ട്രെങ്തേൺ ചെയ്യാൻ, ഷോൾഡർ സ്റ്റിഫ്നെസ് കുറയ്ക്കാൻ, നെക്കിനും നല്ലൊരു റിലാക്സേഷനാണ് ക്യാറ്റ് ആൻഡ് ക്യാമൽ സ്ട്രെച്ചിങ്. ഇത് നമുക്ക് നല്ലൊരു റിലാക്സേഷൻ കൂടി നമുക്ക് ചെയ്യാം. കാലുകൾ ഭിത്തിയിൽ ഉയർത്തി വെക്കുക. കട്ടിലിനോട് ചേർന്ന് ഭിത്തിയിൽ ഉയർത്തി കൈകൾ അയച്ചിടുക. കൈകൾ നീട്ടിയും വെക്കാം. നന്നായി ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് റിലാക്സ് ചെയ്യുക. വിപരീത കരണി. ഇങ്ങനെ വെക്കുന്നത് നമ്മുടെ ബാക്കിലേക്കുള്ള നല്ല റിലാക്സേഷൻ ആണ്. ബാക്കിലേക്ക്, ഷോൾഡറിലേക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടും. കംപ്ലീറ്റ് ബോഡി റിലാക്സ് ചെയ്യും. റിലാക്സ്. നന്നായി ശ്വാസം എടുത്ത് വിടുക. വിപരീത കരണി ഒരു 2 മിനിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യും. കൈയും കാലും അയച്ച് റിലാക്സ് ചെയ്ത് കിടക്കുക. ഇത് ഭിത്തിയിലേക്ക് കാല് സപ്പോർട്ട് ചെയ്ത് വെച്ച് റിലാക്സ് ചെയ്യും. അടുത്തത് മുതുകിനും നടുവിനും ഒക്കെ നല്ലൊരു സ്ട്രെച്ചിങ് കിട്ടുന്ന ബ്രിഡ്ജ് പോസ് പ്രാക്ടീസ് ചെയ്യാം. കിടന്ന ശേഷം കൈകൾ ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്ത് ബ്രിഡ്ജ് പോസ്. കൈകൾ നടുവിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അരക്കെട്ട് ഉയർന്ന് ബ്രിഡ്ജ് പോസ്. ഷോൾഡർ നന്നായിട്ട് ലൂസ് ഓൺ ചെയ്യുക. നെക്ക് ലൂസ് ഓൺ ചെയ്യുക. നന്നായി ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ആ സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുക. റിലാക്സ്. ദെൻ ഒരു സ്ട്രെച്ചിങ് കൂടി ചെയ്യുക. ഒരു പവന മുക്താസനം. ശ്വാസം എടുത്ത് കാലുകൾ ഉയർത്തുക. ശ്വാസം വിട്ട് നന്നായിട്ട് സ്ക്യൂസ് ചെയ്ത് പിടിക്കുക. ആ സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുക. റിലാക്സ്. ദെൻ ഓപ്പോസിറ്റ് സൈഡ് കൂടി കൈകൾ മുട്ടിൻ്റെ അവിടെ ലോക്ക് ചെയ്ത് പിടിക്കുക. നന്നായി സ്ട്രെച്ച് ചെയ്യുക. ആ സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുക.
റിലാക്സ്. കൈയും കാലും അയഞ്ഞ് റിലാക്സ് ചെയ്ത് ശവാസനയിൽ ഒരു 2 minutes റിലാക്സ് ചെയ്യുക കംപ്ലീറ്റ്ലി. ഷോൾഡർ, കഴുത്ത്, നെക്ക്, ബാക്ക് നെക്ക്, കാല്, കൈയൊക്കെ ലൂസൺ ചെയ്ത് റിലാക്സ് ചെയ്തൊരു 2 minutes. ആദ്യമായി നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ റെഡിയാക്കുക എന്നുള്ളതാണ്. കൂടുതൽ സമയം കുനിഞ്ഞിരിക്കാതെ നട്ടിലെ നിവർത്തി തന്നെ ഇരിക്കാൻ നോക്കുക. ഇരുന്നു കൊണ്ട് ചെയ്യുന്ന സ്ട്രെച്ചിങ്, ഷോൾഡറിനും നെക്കിനും വേണ്ടിയുള്ള സ്ട്രെച്ചിങ്ങും കിടന്നുകൊണ്ടും ചെയ്യുന്ന 1-2 സ്ട്രെച്ചിങ്ങും കൂടി നമുക്കിന്ന് ചെയ്യാം. നെക്കിന് വേണ്ടി ചെയ്യുന്ന സ്ട്രെച്ചിങ് നോക്കൂ. സാവധാനം നട്ടിലെ നിവർത്തി ഒരു കസേരയിൽ ഇരിക്കുക. സാവധാനം ശ്വാസം എടുത്ത് ഒന്ന് കഴുത്തൊന്ന് ലൂസൺ ചെയ്യും. ശ്വാസം വിട്ട് ഒന്ന് നെക്ക്. സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് നെക്കൊന്ന് ലൂസായിട്ട് ബാക്കിലേക്കൊന്ന് സ്ട്രെച്ച് ചെയ്യും. സാവധാനം റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഇതൊരു 10 റൗണ്ട് ചെയ്യും. ദെൻ കൈകൾ ഷോൾഡർ ലെവലിൽ വെക്കുക. കൈകൾ മുന്നിലേക്ക് കൊണ്ടുവന്ന് കൈമുട്ട് നന്നായിട്ട് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കൈകൾ ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്ത് നന്നായി റൊട്ടേറ്റ് ചെയ്യുക. ഷോൾഡർ നന്നായിട്ട് റിലാക്സ് ആവുന്നത് ഫീൽ ചെയ്യണം. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. കൈമുട്ട് മുന്നിലേക്ക് വന്ന് ദെൻ ഇത് തന്നെ ആന്റി ക്ലോക്ക് വൈസും ചെയ്യും. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ആ സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുക. നന്നായിട്ട് ഷോൾഡർ അയച്ചിടുക. നോക്കൂ, ഇപ്പൊ നമ്മൾ ചെയ്ത സ്ട്രെച്ചിങ് ഒന്ന് ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യും. ഷോൾഡർ നന്നായിട്ട് ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്തു. കൈ മുമ്പിലേക്ക് നന്നായി സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം എടുത്ത് നന്നായി സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം വിട്ട് മുന്നിലേക്ക്. റിലാക്സ്. കൈകളൊന്ന് സ്ട്രെച്ച് ചെയ്യുക. ഷോൾഡറിന്റെ ഭാഗം റിലാക്സ്. പിന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റിലാക്സ്. നമ്മൾ കൈകൾ സൈഡിലേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ഷോൾഡറിന്റെ ഭാഗത്ത് നന്നായിട്ട് സ്ട്രെച്ചിങ് ഫീൽ ചെയ്യട്ടെ. ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇടത് കൈ കൊണ്ട് വലത് കൈയുടെ ബാക്കിലേക്ക് പിടിച്ച് നന്നായിട്ട് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. തന്നെ സ്ട്രെച്ചിങ് ഒന്ന് മുകളിലേക്ക്, ഒന്ന് കൈകൾ താഴേക്ക് സ്ട്രെച്ച് ചെയ്യുക. റിലാക്സ്. ഒരു സൈഡ് ട്വിസ്റ്റിംഗ്. കഴുത്ത് സ്ട്രെച്ച് ചെയ്ത് ബാക്കിലേക്ക് നോക്കുക. ഇടത്തേക്ക് നന്നായിട്ട് കഴുത്ത് തിരിഞ്ഞ് ബാക്കിലേക്ക് നോക്കുക. ഒരു സ്ട്രെച്ചിങ് നോക്കൂ. ശ്വാസം എടുത്ത് കൈകൾ മുകളിലേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് തല കുനിഞ്ഞ് വരട്ടെ. ശ്വാസം എടുത്ത് നിവരി വരിക. ശ്വാസം വിട്ട് തിരികെ.